PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി 15-ന് CSEB ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷിയർ എക്സാമും മാർച്ച് 9-ന് അസിസ്റ്റന്റ് സെക്രട്ടറി ഓർ ഇന്റേണൽ ഓഡിറ്റർ എക്സാമും നടക്കാൻ പോവുകയാണ്. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2019 ജൂലൈ 27-ന് നടന്ന ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷിയർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും CSEB എക്സാം എന്ന പേരുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്റേണൽ ഓഡിറ്റ് ഇൻ എ ബിസിനസ് കൺസേൺ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദി ഇന്റേണൽ ഓഡിറ്റ് ഇൻ എ ബിസിനസ് കൺസേൺ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദി ഓപ്ഷൻസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ആനുവൽ ഓഡിറ്റർ, എംപ്ലോയീസ് ഓഫ് ദ കൺസേൺ, നൺ ഓഫ് ദീസ്. ഇന്റേണൽ ഓഡിറ്റ് ഒരു ബിസിനസ് കൺസേണിൽ നടത്തുന്ന ആരാണ് എന്നാണ് ചോദ്യം. ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന ആരാണ്? ആ ഒരു സൊസൈറ്റിയിലെ എംപ്ലോയീസ് തന്നെയായിരിക്കും. എംപ്ലോയീസ് ഓഫ് ദ കൺസേൺ, അതാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഓഡിറ്റ് വർക്ക്. ഡാഷ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഓഡിറ്റ് വർക്ക്. ഓപ്ഷൻസ് മെക്കാനിക്കൽ ഓഡിറ്റ്, മെത്തേഡ് ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഫോർ ദ ഫൈനൽ ഓഡിറ്റ്, നൺ ഓഫ് ദീസ്. ഓഡിറ്റ് വർക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നാണ് ചോദ്യം. കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിൻ്റെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്റിൻ്റെ സ്റ്റെപ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് മെക്കാനിക്കൽ ഓഡിറ്റ് ഓർ ഫിനാൻഷ്യൽ ഓഡിറ്റ്, സെക്കൻഡ് സ്റ്റെപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, തേർഡ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, 4 പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇങ്ങനെയാണ് ഓഡിറ്റ് വർക്കിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മെക്കാനിക്കൽ ഓഡിറ്റ്. മെക്കാനിക്കൽ ഓഡിറ്റിൻ്റെ മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് റിലേറ്റഡ് വിത്ത് കൺകറൻറ്റ് ഓഡിറ്റ്. ഡാഷ് ഈസ് റിലേറ്റഡ് വിത്ത് കൺകറൻറ്റ് ഓഡിറ്റ്. ഓപ്ഷൻസ് കോസ്റ്റ് ഓഡിറ്റ്, ഓഡിറ്റ് കോസ്റ്റ്, ഇൻറ്റേർണൽ കൺട്രോൾ, ഓൾ ഓഫ് ദീസ്. ഉത്തരം ഏതാണ്? കൺകറൻറ്റ് ഓഡിറ്റുമായി ബന്ധമുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ഓഡിറ്റ് കോസ്റ്റ്. അതായത് ഓഡിറ്റ് ഫീസ് നമ്മൾ ഓഡിറ്റ് ചെയ്ത ഓഡിറ്റർക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ കൺകറൻറ്റ് ഓഡിറ്റിൻ്റെ എക്സ്പെൻസ് ഓഡിറ്റ് കോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കൺകറൻറ്റ് ഓഡിറ്റിൻ്റെ മറ്റൊരു പേരാണ് കണ്ടിന്യൂസ് ഓഡിറ്റ്. അതൊരു ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നതാണ്. അത് ഓഡിറ്റ് കോസ്റ്റ്, ആ ഒരു ഓഡിറ്റിന് വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻസ് ഓഡിറ്റ് ഫീ അല്ല, അത് ഓഡിറ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി, ഓഡിറ്റ് കോസ്റ്റ്. അടുത്ത ചോദ്യം, വൗച്ചിങ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ് ഓഡിറ്റ്. വൗച്ചിങ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ് ഓഡിറ്റ്. ഓപ്ഷൻസ് മെത്തേഡ്, ഫിനാൻഷ്യൽ, പെർഫോമൻസ്, നൺ ഓഫ് ദീസ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി, ഫിനാൻഷ്യൽ. ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമാണ് വൗച്ചിങ്. വൗച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൗച്ചർ വെച്ച് ഓരോ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് വൗച്ചിങ്. വൗച്ചർ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. ഒരു പേയ്മെൻറ്റ് നടന്നാൽ അതിൻ്റെ ഒരു തെളിവ്, അതിൻ്റെ ഒരു പ്രൈമറി എവിഡൻ്റ് ആണ് ഈ വൗച്ചർ എന്ന് പറയുന്നത്. വൗച്ചർ വെച്ച് ഓരോ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്തു പോകുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. വൗച്ചിങ് ഈസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ ഓഡിറ്റ്. അടുത്ത ചോദ്യം, ഇൻ്ററിം ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ ടു. ഇൻ്ററിം ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ ടു. ഓപ്ഷൻസ് കൺകറൻറ്റ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, നൺ ഓഫ് ദീസ്. ഇൻ്ററിം ഓഡിറ്റ് അതായത് ഇടക്കാല ഓഡിറ്റ് നടത്തുന്നത് ഏത് തരം ഓഡിറ്റിൻ്റെ ഇടയിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് കൺകറൻറ്റ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, നൺ ഓഫ് ദീസ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, ഫൈനൽ ഓഡിറ്റ്. 2 ഫൈനൽ ഓഡിറ്റുകളുടെ ഇടയിൽ നടത്തുന്ന ഓഡിറ്റാണ് ഇൻ്ററിം ഓഡിറ്റ്. ഇൻ എ ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റ് ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. In a farmers service cooperative bank, audit fee is calculated on the basis of options paid up share capital, working capital, net profit, none of these. ഉത്തരം ഓപ്ഷൻ ബി, വർക്കിംഗ് ക്യാപിറ്റൽ. FSS അല്ലെങ്കിൽ ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് വിത്ത് മെമ്പേഴ്സ് ഈസ് ഷോൺ ആസ്
loan outstanding with members is shown as liability, asset, loss, income. മെമ്പേഴ്സ് ലോൺ തരാനുണ്ട്, സൊസൈറ്റിയിലേക്ക് കൊടുക്കാനുണ്ട്, ലോൺ എടുത്ത തുക തിരിച്ചു കൊടുക്കാനുണ്ട്. അത് എന്താണെന്നാണ് ചോദ്യം. ലയബിലിറ്റി, അസറ്റ്, ലോസ്, ഇൻകം. എന്താണ് അത്? അസറ്റാണ്. സൊസൈറ്റി കൊടുത്ത ലോൺ വിത്ത് ഇൻട്രസ്റ്റ് അത് തിരിച്ച് കിട്ടാനുള്ളതാണ്. അത് സൊസൈറ്റിയുടെ അസറ്റാണ്. ഉത്തരം ഓപ്ഷൻ ബി, അസറ്റ്. അടുത്ത ചോദ്യം, ബിഫോർ വൗച്ചിങ് ദ പർച്ചേസസ് ആൻഡ് സെയിൽസ് ഓഫ് എ ബിസിനസ് കൺസേൺ the auditor should examine the efficiency of dash adopted in the business. Before vouching the purchases and sales of a business concern, the auditor should examine the efficiency of dash adopted in the business. Options: internal auditor, internal check, internal control, none of these. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇന്റേണൽ ചെക്ക്. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ഓപ്ഷൻസ്: ഹെൽപ്സ് ടു മിനിമൈസ് ദ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, ഹെൽപ്സ് ടു സബ്മിറ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട് അറ്റ് പ്രോപ്പർ ടൈം, ഹെൽപ്സ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റ് പ്രോപ്പർ ടൈം, നൺ ഓഫ് ദിസ്. ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഹെൽപ്സ് ടു മിനിമൈസ് ദ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഇന്റേണൽ ചെക്ക് സിസ്റ്റം പ്രോപ്പർ ആണ് എങ്കിൽ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്ത് ചെയ്യാം? കുറയ്ക്കാം. ദ ഓഡിറ്റ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ഈസ് എ ഡാഷ് ഓഡിറ്റ്. ദ ഓഡിറ്റ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ഈസ് എ ഡാഷ് ഓഡിറ്റ്. ഓപ്ഷൻസ്: ഗവൺമെൻറ് ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്, നൺ ഓഫ് ദിസ്. ഇൻഷുറൻസ് കമ്പനീസ് നടത്തുന്ന ഓഡിറ്റ് എന്ത് തരം ഓഡിറ്റാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. Alteration in the audited figures is one of the disadvantages to dash audit. Alteration in the audited figures is one of the disadvantages of dash audit. Continuous audit, interim audit, final audit, none of this. ഏതാണ് ഉത്തരം? ഉത്തരം കണ്ടിന്യൂസ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കൺകറൻറ്റ് ഓഡിറ്റ്, ഇടയ്ക്കിടെ നടത്തുന്ന ഓഡിറ്റാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓഡിറ്റഡ് ഫിഗേഴ്സിൽ ഓൾട്ടറേഷൻ നടത്തും എന്നുള്ളതാണ്. ഡാഷ് ഈസ് കോൾഡ് ആസ് ദ എസൻസ് ഓഫ് ഓഡിറ്റ്. ഡാഷ് ഈസ് കോൾഡ് ആസ് ദ എസൻസ് ഓഫ് ഓഡിറ്റ്. ഓപ്ഷൻസ്: വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്, വാലുവേഷൻ ഓഫ് അസറ്റ്സ്, വൗച്ചിങ്, നൺ ഓഫ് ദീസ്. ഈ തന്നിരിക്കുന്നതിൽ ഓഡിറ്റിൻ്റെ എസൻസ് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, വൗച്ചിങ് ആണ്. വൗച്ചർ വെച്ച് ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യുന്നതാണ് വൗച്ചിങ്. ഇതാണ് ഓഡിറ്റിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ബ്രോക്കറേജ് പെയ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ലാൻഡ് ഈസ്. ബ്രോക്കറേജ് പെയ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ലാൻഡ് ഈസ്. ഓപ്ഷൻസ്: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, നൺ ഓഫ് ദിസ്. ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത ബ്രോക്കറേജ് എന്ത് തരം എക്സ്പെൻസ് ആണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, റവന്യൂ എക്സ്പെൻഡിച്ചർ. ലാൻഡ് പർച്ചേസ് ചെയ്യാനുണ്ടായ എക്സ്പെൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എന്നാൽ അതിനുവേണ്ടി കൊടുത്ത ബ്രോക്കറേജ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അടുത്തത്, ഇഫ് എ സൊസൈറ്റി സ്കോർസ് 65% മാർക്സ് ഇൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് സൊസൈറ്റി ഈസ് ക്ലാസിഫൈഡ് അണ്ടർ. If a society scores 65% marks in audit classification, that society is classified under option special grade, A class society, super grade, B class society. ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ 65% മാർക്ക് കിട്ടിയാൽ ആ സൊസൈറ്റി ഏത് കാറ്റഗറിയിൽ വരും അല്ലെങ്കിൽ ഏത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ വരും എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, എ ക്ലാസ് സൊസൈറ്റി. അതായത് 60 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ എ ക്ലാസ് സൊസൈറ്റിയാണ്. 50-നും 59-നും ഇടയിലാണെങ്കിൽ ബി ക്ലാസ് സൊസൈറ്റി. 35-നും 49-നും ഇടയിലാണെങ്കിൽ സി ക്ലാസ് സൊസൈറ്റി. ബിലോ 35 ആണ് എങ്കിൽ ഡി ക്ലാസ് സൊസൈറ്റിയാണ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഓരോ സൊസൈറ്റിയും സ്കോർ ചെയ്യുന്ന സെക്യൂർ ചെയ്യുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്ന ആരാണ്? അത് DCA ആണ്. 4 തരത്തിലുള്ള ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. എബവ് 60 മാർക്ക് എ കാറ്റഗറി,
ബിറ്റ്വീൻ 50 ആൻഡ് 59 ബി കാറ്റഗറി, ബിറ്റ്വീൻ 35 ആൻഡ് 49 സി കാറ്റഗറി, ബിലോ 35 ആണെങ്കിൽ ഡി കാറ്റഗറി. ഇങ്ങനെയാണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓഡിറ്റിങ്ങിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.